JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ 18/7/2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഉറപ്പായിട്ട് നമുക്ക് ഈ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ.ഒ. ഹ്യൂം, ഓപ്ഷൻ ബി WC ബാനർജി, ഓപ്ഷൻ സി ദാദാഭായ് നവറോജി, ഓപ്ഷൻ ഡി ഫിറോസ് ഷാ മേത്ത. ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ആരായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ആരായിരുന്നു? WC ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. WC ബാനർജി. അടുത്ത ക്വസ്റ്റ്യൻ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം. ഓപ്ഷൻ എ ബോംബെ, ഓപ്ഷൻ ബി കൽക്കട്ട, ഓപ്ഷൻ സി ധാക്ക, ഓപ്ഷൻ ഡി ലാഹോർ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ധാക്കയാണ് ശരി ഉത്തരം. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എവിടെയാണ്? ധാക്ക. അടുത്ത ക്വസ്റ്റ്യൻ. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു, ഓപ്ഷൻ ബി വില്യം ബെന്റിക് പ്രഭു, ഓപ്ഷൻ സി കോൺവാലിസ് പ്രഭു, ഓപ്ഷൻ ഡി ലിട്ടൺ പ്രഭു. ആരാണ് 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി? ആരായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കണം. ആരായിരുന്നു? കഴ്സൺ പ്രഭു ആയിരുന്നു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി. അടുത്ത ക്വസ്റ്റ്യൻ. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? 4 നേതാക്കന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ആരൊക്കെയായിരുന്നു തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 ബാലഗംഗാധര തിലക്, 2 ദാദാഭായ് നവറോജി, 3 ലാലാ ലജ്പത് റായ്, 4 ഗോപാലകൃഷ്ണ ഗോഖലെ. ഓപ്ഷൻ എ 1, 4, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 3, 4. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? 1ഉം 3ഉം. ആരാണ്? ബാലഗംഗാധര തിലകും പിന്നെ ആരാണ്? ലാലാ ലജ്പത് റായിയും. അപ്പോൾ ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായിയും ആയിരുന്നു തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി ഗുൽസർലാൽ നന്ദ. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ജനുവരി 26, ഓപ്ഷൻ ബി ഡിസംബർ 9, ഓപ്ഷൻ സി ഓഗസ്റ്റ് 12, ഓപ്ഷൻ ഡി നവംബർ 26. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്? നവംബർ 26. നവംബർ 26-നാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ എഴുതപ്പെട്ട ഭരണഘടന, ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ സമ്പ്രദായം, ഓപ്ഷൻ സി മൗലിക അവകാശങ്ങൾ, ഓപ്ഷൻ ഡി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. താഴെ തന്നിരിക്കുന്നതിൽ
ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? 4 രാജ്യങ്ങളുടെ പേരുകളാണ് താഴെ തന്നിട്ടുള്ളത്. അതില് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഇന്ത്യ, 2 ബ്രിട്ടൻ, 3 ഇസ്രായേൽ, 4 അമേരിക്കൻ ഐക്യനാടുകള്. ഓപ്ഷൻ എ 2, 4, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 1, 4, ഓപ്ഷൻ ഡി 2, 3. ഏതൊക്കെ രാജ്യങ്ങളിലാണ് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ളത്? ഏതൊക്കെ രാജ്യങ്ങളിലാണ്? 1ഉം 4ഉം. 1 ഇന്ത്യ, 4 അമേരിക്കൻ ഐക്യനാടുകള്. ഇന്ത്യയിലും അമേരിക്കൻ ഐക്യനാടുകളിലുമാണ് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി ചൂഷണത്തിനെതിരായുള്ള അവകാശം, ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലെ, മൗലികാവകാശങ്ങളിൽ പെടാത്ത ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ പി കൃഷ്ണപിള്ള, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുറഹ്മാൻ, ഓപ്ഷൻ ഡി കെ മാധവൻ നായർ. പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ശരി ഉത്തരം ആലോചിച്ചോ, കണ്ടുപിടിച്ചോ? ആരാണ്? കെ കേളപ്പനാണ് പയ്യന്നൂരില് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം. ഓപ്ഷൻ എ ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ബി മലബാർ കലാപം, ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹം. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഗുരുവായൂർ സത്യാഗ്രഹമാണ് ശരി ഉത്തരം. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി ഉത്തരം ഏതാണ്? ശ്രീനാരായണ ഗുരുവാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി കുമാര ഗുരുദേവൻ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ആരാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചട്ടമ്പി സ്വാമികളാണ് ശരി ഉത്തരം. ചട്ടമ്പി സ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി. ഓപ്ഷൻ എ ഇ മൊയ്തു മൗലവി, ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ, ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, ഓപ്ഷൻ ഡി കുഞ്ഞഹമ്മദ് ഹാജി. ആരാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി? ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾക്കറിയാവുന്നതാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ആരാണ്? വക്കം അബ്ദുൾ ഖാദർ ആണ് ശരി ഉത്തരം. വക്കം അബ്ദുൾ ഖാദർ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി. ഓപ്ഷൻ എ ആദിത്യ L1, ഓപ്ഷൻ ബി മംഗൾയാൻ, ഓപ്ഷൻ സി ഗഗൻയാൻ, ഓപ്ഷൻ ഡി ചന്ദ്രയാൻ 3. ഏതാണ് ശരി ഉത്തരം? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി
ഏതാണ്? ഗഗൻയാൻ ആണ് കറക്റ്റ് ആൻസർ. ഗഗൻയാൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സ്പെയിൻ, ഓപ്ഷൻ ബി അർജന്റീന, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി പോർച്ചുഗൽ. ഏതാണ് ശരിയുത്തരം? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ. സ്പെയിൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ നാഷണൽ ആർമി, ഓപ്ഷൻ ബി സത്യശോധക് സമാജ്, ഓപ്ഷൻ സി അഭിനവ് ഭാരത് സൊസൈറ്റി, ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫോർവേഡ് ബ്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷൻ, ഓപ്ഷൻ സി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ ഡി കോത്താരി കമ്മീഷൻ. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? ചോദ്യം ശരിക്കും വായിക്കണം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? ഓപ്ഷൻ എ പട്ടും താണുള്ള, ഓപ്ഷൻ ബി വി പി മേനോൻ, ഓപ്ഷൻ സി ഫസൽ അലി, ഓപ്ഷൻ ഡി സി ശങ്കരൻ നായർ. ആരാണ് കേരളീയൻ? ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത് സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആരാണ്? വി പി മേനോൻ. വി പി മേനോൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഓപ്ഷൻ എ കാർഷിക മേഖല, ഓപ്ഷൻ ബി സേവന മേഖല, ഓപ്ഷൻ സി വ്യവസായ മേഖല, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖല. കാർഷിക മേഖലയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ആനി ബസന്റ്. ആരാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി? ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ശരി ഉത്തരം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ആരാണ്? ഓപ്ഷൻ എ ഊർജിത് പട്ടേൽ, ഓപ്ഷൻ ബി അന്റോണിയോ ഗട്ടേഴ്സ്, ഓപ്ഷൻ സി ഡി വൈ ചന്ദ്രചൂഡ്, ഓപ്ഷൻ ഡി ശക്തികാന്ത ദാസ്. ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്? ആരാണ്? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ അരുൺ കുമാർ മിശ്ര, ഓപ്ഷൻ ബി എസ് മണികുമാർ, ഓപ്ഷൻ സി രാജീവ് ജെയിൻ, ഓപ്ഷൻ ഡി രംഗനാഥ് മിശ്ര. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ആരാണ്? അരുൺ കുമാർ മിശ്രയാണ് കറക്റ്റ് ആൻസർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരുൺ കുമാർ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന ഏത് പർവ്വത നിരകളിലാണ്? ഓപ്ഷൻ എ സിവാലിക്, ഓപ്ഷൻ ബി ഹിമാചൽ, ഓപ്ഷൻ സി ഹിമാദ്രി, ഓപ്ഷൻ ഡി കാറക്കോറം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കാറക്കോറം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.